ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു ചെറിയ പ്രത്യേകതയുണ്ട്. കാരണം ഇന്നെന്നെ മനസ്സിനൊത്തിരി സങ്കടപ്പെടുത്തിയൊരു നിമിഷമായിരുന്നു. കാരണം ഇന്നൊരു കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഒരു മണ്ഡപത്തിലായിരുന്നു ഫുഡ് ഉച്ചയ്ക്ക് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ കഴിക്കാൻ വേണ്ടി പോയി ഒരു അപ്പച്ചനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു. ഞാൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, മോനെ ഫുഡ് എപ്പോഴായിരിക്കും കിട്ടുക? അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ച ഉറപ്പായിട്ടും ഉച്ചയ്ക്ക് ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം ഇവിടെ ഫുഡ് കാണുമോ എന്ന രീതിയിൽ അപ്പച്ചൻ ചോദിച്ചു. കാരണം അവിടെ ചിക്കനൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇവിടുത്തെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ കല്യാണമുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മോനെ വീട്ടിലൊരു നിവർത്തിയില്ലടാ, ഞാൻ ഇവിടുത്തെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്, രാത്രി ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന രീതിയിലൊക്കെ എൻ്റെ അടുത്ത് അപ്പച്ചൻ ചോദിച്ചു. അപ്പച്ചൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ ഒരു മോനുണ്ടായിരുന്നു, ഒരു മോൻ ആത്മഹത്യ ചെയ്തു. പിന്നെ വേറൊരു മോനുണ്ടായിരുന്നു, ആ മോൻ അപ്പച്ചന് നോക്കത്തില്ല, മക്കളൊക്കെ ഉണ്ട്, ചേട്ടായി ഭയങ്കര കുടിയൊക്കെയാണ്. അപ്പം കാരണം അപ്പച്ചൻ പറയുമായിരുന്നു, അപ്പച്ചന് ഈ പല്ല് വേദനയ്ക്ക് ആയിട്ടൊരു 200 രൂപ, പല്ലെടുക്കാൻ വേണ്ടി 200 രൂപ ചോദിച്ചപ്പോൾ പോലും ആ മോൻ കൊടുത്തില്ല എന്ന് അപ്പച്ചൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ല സത്യാവസ്ഥ എന്താണ്, പക്ഷേ അപ്പച്ചൻ നല്ല സങ്കടത്തോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഷെയർ ചെയ്ത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ചോദിച്ചു, അപ്പച്ചൻ രാവിലെ കഴിച്ചില്ല, ഞാൻ ചായ കുടിക്കാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ഇപ്പോൾ സ്കൂട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ സ്കൂട്ടി എടുത്തിട്ട് ഞാനും അപ്പച്ചനോട് പോയിട്ട് അപ്പുറത്തൊരു കടയിൽ നിന്ന് ഒരു ചായയും ഞാൻ അപ്പച്ചന് കടിയും, അപ്പച്ചന് പൊറോട്ട വേണമെന്ന് ചോദിച്ചു, പൊറോട്ട ദോശ വേണമെന്ന് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു അത് വേണ്ട, ചായയും കടിയും മതി എന്ന് പറഞ്ഞു. ഇതൊരു ചായയും കടിയും മേടിച്ചു കൊടുത്തു, ഞാനൊരു ചായ കുടിച്ചു. അപ്പോൾ അപ്പച്ചൻ തിരിച്ചു കൊണ്ടുവന്നിട്ട് അപ്പച്ചൻ 2-3 അപ്പന്മാരെങ്കിലും ചൂണ്ടിക്കാണിച്ചു. അത് അവരൊക്കെ കണ്ടോ, സത്യം അവരും എന്നെ പോലെയാണ്, ഇവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. ഞങ്ങൾ ഈ മണ്ഡപത്തിൽ നിന്ന് കല്യാണം നടക്കുമ്പോൾ ഇവരെ ഫുഡ് കഴിക്കുന്നവരാണ്. ഇവിടെ നിന്ന് അങ്ങനെ നല്ല രീതിയിൽ ഫുഡുള്ളപ്പോൾ ഞങ്ങൾ കഴിക്കും, അല്ലാതെ ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഫുഡൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. കാരണം അവരെ നോക്കാനൊന്നും വലുതായിട്ട് അങ്ങനെ ആരുമില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ ഒരു സഹതാപം ഒരു ഇതുണ്ടല്ലോ, അത് തോന്നി, മനുഷ്യമാണല്ലോ ഇതെനിക്ക് തോന്നി. ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മളൊക്കെ ഫുഡ് ഇങ്ങനെ നമുക്ക് ഒരുപാട് കഴിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഒരു ഒരു വീട്ടിൽ പഴം കരയ്ക്ക് മേടിച്ച കായാണ്. അപ്പോൾ ആ കായ പഴുത്തപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു, രാത്രി വിശന്നപ്പോൾ ഞാനാണെങ്കിൽ അത് പകുതി പഴം കഴിച്ചിട്ട് പകുതി പഴുത്തിട്ടില്ലായിരുന്നു നേരെ. അപ്പോൾ അതിനെടുത്ത് ഞാൻ കളഞ്ഞു. അപ്പോൾ ഞാൻ ആ കാര്യമാണ് ഓർത്തത്, ഞാൻ ഫുഡ് കളഞ്ഞല്ലോ എന്ന്. അപ്പോൾ നമ്മളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കളഞ്ഞിട്ടില്ല ഫുഡ്. ഒരുപാട് ഫുഡ് നമ്മൾ കളഞ്ഞിട്ടുണ്ട്, ഒരുപാട്. ഇപ്പോൾ കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ വീട്ടിലായിരുന്നാലും ഒരുപാട് ഫുഡ് നമുക്ക് ആവശ്യത്തിൽ അധികം കഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്യും, ഞാനായിരുന്നാലും വേസ്റ്റ് ചെയ്ത് കളയും. ഇപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ, ഇപ്പോൾ നമ്മൾ പറയും ആഫ്രിക്കയിൽ അല്ലെങ്കിൽ വഴിയോരങ്ങളിലൊക്കെ ഒരുപാട് പേര് ഫുഡ് കഴിക്കാതെ ഇങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ നമ്മൾ ഈ സത്യം പറഞ്ഞാൽ ഈ കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു കാര്യം ഞാൻ ഇന്നാണ് അറിയുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, നമുക്കും ഫുഡ് കഴിക്കുമ്പോൾ മാക്സിമം വേസ്റ്റ് ചെയ്യാതെ കളയാതെ കഴിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ഒരുപാട് പേര് ഇതുപോലെ ഫുഡില്ലാതെ, ഇപ്പോൾ ഇതുപോലെ അപ്പച്ചന്മാരും ഒരുപാട് അമ്മച്ചിമാരും ഇതുപോലെ ഒരുപാട് മക്കളും, ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ഇസ്രായേൽ യുദ്ധത്തിൽ ഒരുപാട് മക്കൾ ഇതുപോലെ ഫുഡിന് വേണ്ടിയിട്ട് ഫുഡ് കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഓർക്കാം. നമുക്ക് മാക്സിമം ഫുഡ് കളയാതെ, എന്ത് ഫുഡായിക്കൊള്ളട്ടെ, എന്ത് ഫുഡായിരുന്നാലും മാക്സിമം കളയാതെ കഴിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു സംഭവം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക് യു.